ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളെ വീട്ടിനടുത്ത് കുതിരക്കൊട അമ്പലത്തിൽ അയ്യപ്പ വിളക്കാണ്. അപ്പോൾ ഇന്ന് അവിടെ അമ്പലത്തിൽ ഭക്ഷണമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അമ്പലത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ദേ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വരി നിൽക്കുകയാണ് കേട്ടോ. വഴിക്ക് നിൽക്കുന്നതിനിടയിൽ ഞങ്ങൾ കുറേ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അമ്പലത്തിൽ നല്ല തിരക്കാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. എല്ലാവരും വരി നിന്ന് ഭക്ഷണം പ്ലേറ്റിൽ അങ്ങനെ ബുഫേ ടൈപ്പ് പോലെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വരിക്ക് നിന്നിട്ട് പ്ലേറ്റിൽ നമ്മൾ വാങ്ങിയിട്ട് കഴിക്കുക, അങ്ങനെയാണ് കേട്ടോ. അതേ ഭക്ഷണമൊക്കെ കുറേ ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതുവരെ കിട്ടിയിട്ടില്ല, നമ്മൾ വരിക്ക് നിൽക്കുകയാണ്. ഞാനും എൻ്റെ വീട്ടിന് അടുത്തുള്ള കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട് കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് മോളുണ്ട്, അമ്മയുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഭക്ഷണത്തിന് അങ്ങനെ ഞങ്ങൾക്ക് എത്താറായി. അപ്പോൾ ഭക്ഷണം വിളമ്പാനായിട്ട് കുറേ യൂണിഫോമൊക്കെ ഇട്ട് അമ്പലത്തിലുള്ള കമ്മിറ്റിയിലുള്ള ആൾക്കാരൊക്കെയാണ്. പിന്നെ അമ്പലത്തിൻ്റെ പരിസരത്തുള്ള ചേച്ചിമാരൊക്കെയാണ് വിളമ്പാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതേ മോള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. സാമ്പാറും പിന്നെ രസം, പച്ചടി, അച്ചാർ, അങ്ങനെയുള്ള എല്ലാ നമുക്ക് വേണ്ട ഉപ്പേരി, സദ്യയൊക്കെ തന്നെയായിരുന്നു. സദ്യയിൽ എല്ലാ വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല ഭക്ഷണമായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് അമ്പലക്കുളമാണ് കേട്ടോ. അവിടെയൊക്കെ ഫുൾ ലൈറ്റ് കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രി കാണാനാണ് നല്ല ഭംഗിയുണ്ടാവുക, ലൈറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതാണ് അമ്പലം. ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് നട അടച്ചിരിക്കുകയാണ്. പിന്നെ അയ്യപ്പൻ വിളക്ക് വൈകുന്നേരമാണല്ലോ മറ്റേ താലപ്പൊലിയും ഇതൊക്കെ ഉണ്ടാവുക. തിരിച്ചു പോകുമ്പോഴേക്കും മഴ പെയ്തു കേട്ടോ ഗൈസ്. മഴ പെയ്തു ഗൈസ്, മഴ നനഞ്ഞു. കുട എടുക്കാണ്ടാ പോയത്, വണ്ടീൻ്റെ മുകളിലായിരുന്നു പോയത്. അതുകൊണ്ട് മഴ നനഞ്ഞു കുറച്ച്. എന്നാലും സാരമല്ല, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലെത്തി. ഇനി മഴയില്ലെങ്കിൽ വൈകുന്നേരം പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതേ വൈകുന്നേരമായി, ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ട് കേട്ടോ. മഴ അത്യാവശ്യം ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, അയ്യപ്പൻ വിളക്ക് കാണാൻ വേണ്ടിയിട്ട് പോകണം എന്ന് തന്നെ ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നടന്നു, വണ്ടിയൊന്നും എടുത്തില്ല, നടന്നാണ് പോകുന്നത്. പിന്നെ അതാ നാട്ടിൽ മുഴുവൻ എല്ലാവരും അയ്യപ്പൻ വിളക്ക് ആഘോഷിക്കാനുള്ള വരവ് ഒക്കെ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മഴയൊന്നും ഒരു 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 കൂസലുമില്ലാണ്ട് മഴ പെയ്യുന്നുണ്ടെങ്കിൽ പെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് എല്ലാവരും. എന്നാലും കുഴപ്പമില്ല. വരവിന് വേണ്ടിയിട്ട് ചെണ്ടക്കാരൊക്കെ മഴയിൽ നനഞ്ഞ് പോവുകയാണ് കേട്ടോ. മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു താർപ്പായൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും മഴ കുഴപ്പമില്ല, എല്ലാവരും കൂടെ പോയിട്ടുണ്ട്. ഇനി താലപ്പൊലി വരുന്നത് വരെ കാത്തിരിക്കണം. അതിന് മുന്നേ അമ്പലത്തിൽ കയറി തൊഴുതു. അമ്പലമൊക്കെ ഫുൾ വിളക്കൊക്കെ കത്തിച്ച് നല്ല ഭംഗിയായിട്ട് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ താലപ്പൊലി വരുന്നതിന് മുന്നേ ഇവിടെ സോപാന സംഗീതം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അമ്പലത്തിൽ ഇരിക്കുന്നവർക്കൊക്കെ അത് കേട്ട് സോപാന സംഗീതം കേൾക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. നല്ല ഇതായിരുന്നു കേട്ടോ, നല്ല അടിപൊളി സോപാന സംഗീതമായിരുന്നു. അപ്പോൾ ഇതാണ് അവർ കെട്ടിയുണ്ടാക്കിയ അയ്യപ്പൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. കെട്ടിയുണ്ടാക്കിയതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കെട്ടിയുണ്ടാക്കിയതൊക്കെ കാണാൻ. ഇതിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് അവർ കളിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ 3 സംഭവം. പള്ളിയും പിന്നെ 18 പടികളും ഒക്കെ വെച്ചിട്ട് ഒരു കോവിൽ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ നടവഴിയാണ് കേട്ടോ, മെയിൻ കയറി വരുന്ന വഴിയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇപ്പോൾ ഈ ഫോട്ടോത്തിലൊന്നും ഒരു വലിയ രസം തോന്നില്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. വിളക്കൊക്കെ കത്തിച്ച് ഫുൾ നല്ല
ഭംഗിയാക്കിയിട്ടുണ്ട്. കൽവിളക്കൊക്കെ നല്ല തെളിഞ്ഞ് കത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇതാ സോപാന സംഗീതം കേൾക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സോപാന സംഗീതമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഭക്ഷണം ഉണ്ടായിരുന്നു, രാത്രിയും ഭക്ഷണം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ സന്ധ്യയ്ക്ക് കത്തിച്ച് വെച്ച കൽവിളക്കൊക്കെ അണഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ താലപ്പൊലി വരുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയപ്പോൾ ഞങ്ങൾ വിളക്ക് കത്തിക്കാൻ പറഞ്ഞ അവിടെയുള്ള ആൾക്കാർ, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് ആൾക്കാരൊക്കെ വിളക്ക് കത്തിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും വിളക്ക് കത്തിച്ച് കഴിയുമ്പോഴേക്കും താലപ്പൊലി എത്താറായിട്ടുണ്ടായിരുന്നു. ദേ താലപ്പൊലിയുടെ വരവ് അറിയിച്ചുകൊണ്ട് പടക്കമൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പൊട്ടുന്നത്, ഇങ്ങനെ ആകാശത്തു നിന്ന് പൊട്ടുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ നമ്മൾ വരവും പാലക്കൊമ്പൊക്കെ എഴുന്നള്ളുന്ന ഈ ഒരു സമയമായിട്ടുണ്ട്. ഇതേ അവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതേ താലപ്പൊലി അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപാട് സ്വാമിമാരും പിന്നെ വ്രതം എടുത്ത് താലപ്പൊലി എടുക്കാൻ വേണ്ടിയിട്ട് വ്രതം എടുത്തൊക്കെ ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മക്കളുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈ സമയത്ത് മഴ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. മഴയൊക്കെ നന്നായിട്ട് മാറി നിന്നു. ആ സന്ധ്യക്ക് വൈകുന്നേരം ഒന്ന് പെയ്തത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു പ്രശ്നവും മഴ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത് വരവൊക്കെ എത്തിയ സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. മഴയൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നല്ല ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് സ്വാമിമാർക്കും താലപ്പൊലി എടുത്ത അമ്മമാർക്കും ഒക്കെ ഭക്ഷണമുണ്ട് അമ്പലത്തിൽ. സ്വാമിമാർക്ക് പുഴുക്കുണ്ട്, മറ്റുള്ളവർക്ക് ഭക്ഷണം ചോറോ ചോറ് വേണമെങ്കിൽ ചോറ്, അല്ലെങ്കിൽ പുഴുക്കാണെങ്കിൽ അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടുന്ന് മേളത്തിൻ്റെ കൂടെ നിന്നിട്ട് ഇവരിങ്ങനെ കളിക്കുന്ന സംഭവമുണ്ട്. ഈ കോമരക്കാരിങ്ങനെ കളിക്കുന്ന ഇതും കൂടെ ഉണ്ട് ഇവിടുന്ന്. അതും കൂടെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റും ഒക്കെ എന്നെ അറിയിക്കണം. പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വേറെന്താ, ഇനി നാട്ടിൽ ഉത്സവ സീസണാണല്ലോ. അപ്പോൾ ഞാൻ പോകുന്ന ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കൂടെ അറിയിക്കാം കേട്ടോ. വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ അമ്പലത്തിലിങ്ങനെ കളിക്കുന്ന സംഭവത്തിൻ്റെ വലിയ ഉള്ളോട്ടുള്ള സംഭവമൊന്നും എനിക്ക് വലിയ അറിവില്ല കേട്ടോ. ഈ ഐതിഹ്യമോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും എനിക്ക് വലിയ അറിവൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി അധികം സംസാരിക്കാത്തത്. ഇതൊക്കെ കണ്ട് ആസ്വദിക്കുക എന്നല്ലാണ്ട് എനിക്ക് വലിയ ഇതിനെപ്പറ്റിയുള്ള അറിവും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഇതിലൊന്ന് കളിക്കുന്നത് വാവരാണ് എന്നുള്ളത് അതെനിക്ക് മനസ്സിലായിട്ടോ. പിന്നെ ബാക്കിയൊക്കെ അയ്യപ്പന്മാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയില്ല കേട്ടോ സത്യത്തിൽ എന്താണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അധികം അതിനെ പറ്റിയിട്ടൊന്നും പറയാത്തത്. എന്തായാലും ഈ മേളം കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഏത് അമ്പലത്തിലും മേളം ഉണ്ടെങ്കിൽ അത് കേട്ടിരിക്കാൻ നല്ല സുഖമാണ്. നല്ല താളത്തിൽ ഇങ്ങനെ കേട്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേളം കേൾക്കാൻ എവിടെയെങ്കിലും അവസരം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോവാറൊക്കെ ഉണ്ട് കേട്ടോ. പറ്റുന്ന സ്ഥലത്തൊക്കെ പോവാറുണ്ട്. പിന്നെ ദൂര സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് പറ്റില്ലല്ലോ പോവാൻ. അടുത്തൊക്കെയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ പോയി കേൾക്കാറുണ്ട് കേട്ടോ. മേളങ്ങളും തറകളൊക്കെ പോയി കാണാറൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അമ്പലത്തിലെ വിശേഷങ്ങൾ. ഇത് കഴിയുമ്പോഴത്തേക്കും ഒരു 11:45 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തുമ്പോഴേക്കും ഒരു 12 മണി ആയിട്ടുണ്ട്. വീട്ടിലെത്തി എല്ലാവരും നന്നായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ, ബൈ ബൈ.